ാണ്. അപ്പൊ അതെ, അടുത്ത ദിവസം നമ്മുടെ മാത്സ് എക്സാം വരാനിരിക്കുകയാണ്. അപ്പൊ മാത്സ് എക്സാമിന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ മാർക്ക് നേടാം, അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന് പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് മാഷ് വന്നിട്ടുള്ളത്. മാത്സ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ മാഷ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാം. നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നതനുസരിച്ച് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും വീഡിയോ ലൈക്ക് അടിക്കാനും ആരും മറന്നു പോകാതിരിക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് ലീനിയർ പെയർ, രേഖീയ ജോഡി? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് രേഖീയ ജോഡി. ഒരു വരയുടെ മുകളിൽ ഒരു നേരുള്ള, വളഞ്ഞ വരയാണല്ല, ഒരു നേരുള്ള വരയുടെ മുകളിൽ വേറൊരു നേരുള്ള വര വന്ന് കൂട്ടിമുട്ടിയാൽ അതിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഉണ്ടാവുന്ന ഒരു ജോഡി ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ. ഇതിന്റെ ലീനിയർ പെയർ ഏതാന്ന് ചോദിച്ചാൽ ഇപ്പുറത്തുള്ളത്. നേരെ തിരിച്ച് ഇതിന്റെ ലീനിയർ പെയർ രേഖീയ ജോഡി ഏതാ ചോദിച്ചാൽ ഇപ്പുറത്തുള്ളത്. അപ്പൊ ഈ ആംഗിളുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ, രേഖീയ ജോഡി. എന്താണ്? ഒരു നേരുള്ള വരയുടെ മുകളില് വേറൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ അതിന്റെ രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകളെയാണ് നമ്മൾ ലീനിയർ പെയർ, രേഖീയ ജോഡി എന്ന് വിളിക്കുക. ഈ രേഖീയ ജോഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമുക്കറിയാം നേരുള്ള വര ആകെ 180 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ഈ നേരുള്ള വരയുടെ ഇവിടെയുള്ള ആംഗിളും ആണ് എന്ത്? ലീനിയർ പെയർ. അപ്പൊ ഈ ലീനിയർ പെയറുകൾ തമ്മിൽ കൂട്ടിയാലും എത്ര ഡിഗ്രി ആയിരിക്കും നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് ഓർത്ത് വെക്കുക. നേരുള്ള വരയുടെ മുകളിൽ വേറൊരു വര ഒന്ന് കൂട്ടിമുട്ടിയാൽ അതിന്റെ രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ. ലീനിയർ പെയറുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് നേരുള്ള വര ആകെ 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. നേരുള്ള വര, ഈ വെള്ള വരയുടെ മുകളിൽ ഈ മഞ്ഞ വര വന്ന് കൂട്ടിമുട്ടി. നേരുള്ള വരയുടെ മുകളിൽ വേറൊരു വര വന്ന് കൂട്ടിമുട്ടി. അപ്പൊ ഇതിന് വലതുഭാഗത്തുള്ള ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇടതുഭാഗത്തുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം ഇതെന്താണ്? നേരുള്ള വരയുടെ മുകളിൽ ഒരു വര വന്ന് കൂട്ടിമുട്ടിയാൽ രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകളെ നമ്മൾ ലീനിയർ പെയർ, രേഖീയ ജോഡി എന്ന് വിളിക്കും. അപ്പൊ ഇത് രണ്ടും എന്താണ്? രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം അല്ലെ. അപ്പൊ ഇവിടെ ഉള്ളത് 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഇനി 180 ആവാൻ എത്ര കൂടെ വേണം നോക്കിയാൽ മതി. 100 180 ആവാൻ എത്ര കൂടെ വേണം? 180 100 കുറച്ചാൽ മതി, 80 കിട്ടും. 80 കൂടെ വേണം. 80 ഡിഗ്രി ആണ് ഇവിടെ വരിക. 100ഉം 80ഉം കൂട്ടിയാലാണ് 180. അവരുടെ കൂടെ 80 കൂട്ടിയാലാണ് 180. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലീനിയർ പെയർ ഏതാണ്? നേരെ തല കുത്തനെ വെച്ചതേ ഉള്ളൂ. പോയി എന്താണ്? നേരുള്ള വരയുടെ മുകളിൽ വേറൊരു വര വന്ന് കൂട്ടിമുട്ടി. അപ്പൊ അതിന്റെ രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകൾ ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. തല കുത്തനെ വെച്ചാലും കൺഫ്യൂഷൻ ഒന്നും വരരുത് കേട്ടോ. ലീനിയർ പെയർ, രേഖീയ ജോഡി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം അല്ലെ. ഇവിടെയുള്ളത് 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 40ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 180 ആവുക? ആ 140 കൂടെ കൂട്ടണം. 40ന്റെ കൂടെ 140 കൂടെ കൂട്ടിയാലാണ് 180 ഡിഗ്രി ആവുക അല്ലെ. 180 40 കുറച്ചാൽ മതി, 140 കിട്ടും. അപ്പൊ ഇവിടെ ഉള്ളത് 40 ആണെങ്കിൽ ഇവിടെ ഉള്ളത്, അതിന്റെ ലീനിയർ പെയർ ആയിട്ടുള്ള ഇവിടെ ഉള്ളത് 140 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ രേഖീയ ജോഡി ലീനിയർ പെയറുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെരിച്ചു വെച്ചാലും കൺഫ്യൂഷൻ ആവരുതല്ലോ അല്ലേ. വീണ്ടും എന്താ? നേരുള്ള വര, അതിന് മുകളിൽ ഒരു വര വന്ന് കൂട്ടിമുട്ടി. അപ്പൊ അതിന്റെ ഇവിടെയും ഇവിടെയുള്ള ആംഗിളുകൾ, രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകൾ ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. ഇവിടെ ഉള്ളത് 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ആ 180 50 പോയാൽ 130 കൂടെ വേണം. 50ന്റെ കൂടെ 180 ആവാൻ. അപ്പൊ ഇതുവരെ 50 ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 130 ഡിഗ്രി ആയിരിക്കും. നേരുള്ള വര ആകെ 180 ഡിഗ്രി ആണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് ചെരിച്ചു വെച്ചു. ഇങ്ങോട്ട് ചെരിച്ചു വെച്ചാൽ എന്താ? ഒരു വരയുടെ മുകളിൽ വേറൊരു വര ഒന്ന് കൂട്ടിമുട്ടിയാൽ രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകൾ ലീനിയർ പെയർ ആണ്. അപ്പൊ ഇവിടെ ഉള്ളത് 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 80ന്റെ കൂടെ 100 ഡിഗ്രി കൂടെ വേണം 180 ആവാൻ. ഇവിടെ ഉള്ളത് 100 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ ടൈപ്പാ. ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു? നേരുള്ള വരയുടെ ഉള്ളിൽ കൂടെ ഈ വര വന്ന് കൂട്ടിമുട്ടാണ് ചെയ്തത് അല്ല, ഈ വര കടന്നു പോയിട്ടുണ്ട്. നേരുള്ള വരയുടെ ഉള്ളിൽ കൂടെ വേറൊരു വര കടന്നു പോയിട്ടുണ്ട്. ആ സമയം ഇവിടെയുള്ള ആംഗിൾ 135 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിളുകൾ എത്ര ഡിഗ്രിയാണ് നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കാണാം? നേരുള്ള വര, അതിന്റെ മുകളിൽ ഒരു വര വന്ന് കൂട്ടിമുട്ടി. ഇതുവരെ നോക്കാം. അപ്പൊ ഇവിടെ 135 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകൾ ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. അപ്പൊ ഇത് 135 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 135 പോയാൽ 45 കൂടെ വേണം. ഇവിടെ 45 ഡിഗ്രി ആയിരിക്കും. 135ന്റെ കൂടെ 45 കൂട്ടിയാലാണ് 180 ആവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും?
ഇവിടെ നോക്കേ, ഈ മഞ്ഞ വര എന്താ, നേരെയുള്ള വരയാണ്. അതിന് മുകളില് ഈ വര വന്ന് കൂട്ടിമുട്ടി. അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്താ, രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകൾ എന്താ, ലീനിയർ പെയർ ആയിരിക്കും, രേഖീയ ജോഡി ആയിരിക്കും. അപ്പൊ ഇവിടെ ഉള്ളത് 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഉള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 45 180 ആവാൻ എത്ര കൂടെ വേണം? 135 കൂടെ വേണം. അപ്പൊ ഇവിടെ ഉള്ളത് 135 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ആംഗിളോ രണ്ട് രൂപത്തിൽ കാണാം. നേരെയുള്ള വര, ഒരു വര വന്ന് കൂട്ടിമുട്ടി. അപ്പൊ രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകൾ ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പൊ ഇത് 135 ആണെങ്കിൽ ഇവിടെ എത്ര വേണ്ടത്? 180 ആവാൻ 135 കൂടെ 45 കൂടെ വേണം. ഇവിടെ 45 ഡിഗ്രിയാണ് വേണ്ടത്. അല്ലെങ്കിൽ തല കുത്തനെ നോക്കുക, നേരെയുള്ള വര, ഒരു വര വന്ന് കൂട്ടിമുട്ടി. അപ്പൊ ഇതുവരെ 135 ആണ്, ഇപ്പുറത്തുള്ളത് 135 ആണ്. അപ്പൊ ഇപ്പുറത്തുള്ള എന്തായിരിക്കും? ലീനിയർ പെയറുകൾ കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഇതുവരെ 135 ആണെങ്കിൽ 135 കൂടെ 45 കൂട്ടിയാലാണ് 180 ആവുക. അവിടെ 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 45 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നേരെയുള്ള വരയുടെ ഉള്ളിൽ കൂടെ വേറൊരു വര കടന്നുപോയി. അപ്പൊ നമുക്കറിയാം എന്താ, 4 ആംഗിളുകൾ ഉണ്ടായി അല്ലെ? ഇതിൽ ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർക്കോണുകൾ ഏതൊക്കെയാണ്? എതിർക്കോൺ, ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ, വിലങ്ങനെ അപ്പുറത്തുള്ളത്. അതായത് ഈ 135 നേരെ വിലങ്ങനെ അപ്പുറത്തുള്ള ആംഗിൾ ആണ് ഇവിടെ അല്ലെ? ഈ ആംഗിളിന്റെ നേരെ വിലങ്ങനെ അപ്പുറത്തുള്ള ആംഗിൾ ആണ് ഇത്. ഇവിടെ 135 ആയപ്പോ അതിന് നേരെ വിലങ്ങനെ അപ്പുറത്തുള്ള ആംഗിൾ എന്താണ്? 135 ഡിഗ്രിയാണ്. അതുപോലെ ഇത് 45 ഡിഗ്രിയാണ്. അതിന്റെ നേരെ വിലങ്ങനെ ക്രോസ് ആയിട്ട് അപ്പുറത്തുള്ളതാണ് ഈ ആംഗിൾ. ഇവിടെ 45 ഡിഗ്രി ആയപ്പോ ഇവിടെ 45 ഡിഗ്രിയാണ്. ഇത് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ആ നേരെ വരയുടെ ഉള്ളിൽ കൂടെ വേറൊരു വര കടന്നു പോയാൽ അവക്കിടയിലുള്ള എതിർക്കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണിത്. ഇവിടെ 45 ആണ്, ഇവിടെ 45 ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്. ഇവിടെ 135 ആണ്, ഇവിടെ 135 ആണ്. അപ്പൊ ഈ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു വരയുടെ ഉള്ളിൽ കൂടെ വേറൊരു വര കടന്നു പോയാൽ അതിന്റെ ഇടയിലുള്ള എതിർക്കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഇതുപോലെ വേറെന്താ നമ്മൾ പഠിച്ചത്? ഒരു വരയില് വേറൊരു വര വന്നിട്ട് വേറൊരു നേരെയുള്ള വര വന്നിട്ട് തട്ടി നിന്നാൽ അതിന്റെ രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ആംഗിളുകൾ ലീനിയർ പെയർ എന്ന് നമ്മൾ വിളിക്കും, രേഖീയ ജോഡി നമ്മൾ വിളിക്കും. അത് കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഈ കാര്യം പ്രത്യേകം ആലോചിക്കാം. അതുപോലെ ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് വരുന്ന രൂപത്തിലുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരം 7:00 നടക്കുന്ന ലൈവിൽ പഠിച്ചെടുക്കാം കേട്ടോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. എല്ലാവരും കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സും കാണുക. നമുക്ക് എക്സാം അടിച്ചു പൊളിച്ച് പഠിക്കുക. അപ്പൊ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ ആരും വിട്ടുപോകരുത് കേട്ടോ. അതുപോലെ ഇത് ലൈക്ക് അടിച്ചു വെക്കുക. നമുക്കിനി ലൈവിൽ കാണാം. ബൈ ബൈ.